തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെ നടന്നത് ഒരു വലിയ മഹാസംഭവം തന്നെയാണ്. ഇത്രയധികം ജനങ്ങൾ ഒരുമിച്ച് കൂടുക എന്നത് ഈ സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അതും ഒരു ആഘോഷം പോലെ, ഒരു ഉത്സവം പോലെ, അതും ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിനാണെന്ന് മനസ്സിലാക്കണം. ഒരു സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ അതിൽ സന്തോഷിച്ചുകൊണ്ട് ഇത്രയധികം ജനങ്ങൾ ഒരുമിച്ച് കൂടുക എന്ന് പറഞ്ഞാൽ അതൊരു അപൂർവ സംഭവം തന്നെയാണ്. ആ ജനക്കൂട്ടം വെറും ഒരു രാഷ്ട്രീയ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്നതല്ല. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കൾ അധികാരമേൽക്കുന്നത് കാണാൻ ലക്ഷക്കണക്കിന് സാധാരണക്കാരാണ് അങ്ങോട്ട് ഒഴുകിയെത്തിയത്. അതായത് കഴിഞ്ഞ 10 വർഷത്തെ ജനദ്രോഹപരമായ ഭരണം എത്ര തന്നെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് പറഞ്ഞാലും ആ വികസന പ്രവർത്തനങ്ങൾക്കപ്പുറം ജനകീയമായി ജനങ്ങളിലേക്ക് ഇറങ്ങേണ്ട ചില മേഖലകളുണ്ട്. ആ മേഖലകളിൽ പരാജിതപ്പെട്ട് നിന്നതുകൊണ്ടും അതുപോലെ നാവിന് എല്ലില്ലാതെ പലതും വിളിച്ചു പറഞ്ഞതുകൊണ്ടും ഒക്കെ നഷ്ടപ്പെട്ട ഭരണമാണത്. ആ ഭരണത്തെ ജനം തിരസ്കരിച്ചപ്പോൾ സ്വാഭാവികമായും വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ ഒരു ഭരണം വന്നു. അദ്ദേഹം ജനങ്ങളോട് മാന്യമായി പെരുമാറും എന്ന് 2-3 ദിവസം കൊണ്ട് തന്നെ അദ്ദേഹമാണ് മുഖ്യമന്ത്രി എന്ന് തിരിച്ചറിഞ്ഞ ശേഷം ജനം ശ്രദ്ധിക്കുമ്പോൾ ആ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒത്തു പോകും എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും ജനം ഇരമ്പി എത്തി. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ വി.ഡി. സതീശനുമായി അടുത്ത സൗഹൃദമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് റിനി ജോർജ്. മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വിവാദങ്ങളിൽ വ്യക്തതയില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് മാധ്യമ വിചാരണയ്ക്ക് വഴി തുറന്നത് ആ കഥ നമുക്കറിയാലോ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ അവസരം മുതലെടുത്ത് ഇടതുപക്ഷ സർക്കാർ, ഇതിനു മുമ്പുള്ള സർക്കാർ, പിണറായി സർക്കാർ രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിലടക്കുകയും ഒരു MLA ആണ് എന്ന പരിഗണന പോലും കൂടാതെ അർദ്ധരാത്രിയിൽ വന്ന് അറസ്റ്റ് ചെയ്യുകയും ജാമ്യത്തിനോ മറ്റു കാര്യങ്ങൾക്കോ ശ്രമിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ ഒരുക്കുകയും അദ്ദേഹത്തിന്റെ പദവികൾ നഷ്ടപ്പെടുത്തുകയും ഈ ജനങ്ങളിടയിൽ ഒരു അവമതിപ്പുണ്ടാകാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ചടങ്ങിൽ പങ്കാളിയാകാൻ എത്തിയിട്ടുള്ള റിനിയെ ജനക്കൂട്ടം അത്ര എളുപ്പത്തിലല്ല സ്വീകരിച്ചത്. വലിയ ഒരു ജനവിഭാഗം, അതായത് റിനി സഞ്ചരിക്കുന്ന ആ വഴിയുടെ അപ്പുറവും ഇപ്പുറവും നിന്ന ആ വലിയൊരു ജനവിഭാഗം അവർക്കെതിരെ ശക്തമായി കൂക്കി വിളിച്ചുകൊണ്ടാണ് തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത്. അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പോലും അവരെ പിന്തുണയ്ക്കാനോ കൂക്കി വിളിച്ചവരെ തടയാനോ മുന്നോട്ട് വന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. അതായത് തെറ്റായ ആരോപണങ്ങളിലൂടെ ഒരു യുവ നേതാവിനെ തളർത്താൻ ശ്രമിച്ചതിനോടുള്ള പൊതുസമൂഹത്തിന്റെ പ്രതികരണമായിട്ട് വേണം നിങ്ങൾ ഈ കണ്ട കൂക്കിവിളിയെ കാണാൻ. എന്നാൽ അതിനുശേഷം ഒരു അല്പസമയം കഴിയുമ്പോൾ മറ്റൊരു ആരവം കേൾക്കുന്നുണ്ട്. ആ ആരവം കേട്ട ഭാഗത്തേക്ക് നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം കടന്നു വരുന്നതാണ് കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ച ജനകീയ ആ ഒരു പിന്തുണ, ആ സ്വീകരണം റിനിക്ക് കൂക്കിവിളി ഉയർന്ന അതേ വേദിക്ക് സമീപം തന്നെയാണ് ആ ഒരു അത്ഭുത കാഴ്ചയായിട്ട് കണ്ടത്. വലിയൊരു ജനക്കൂട്ടം അയാളെ തോളിലേറ്റിയും കെട്ടിപ്പിടിച്ചും മുദ്രാവാക്യം വിളിച്ചുമൊക്കെ ആനയിച്ചു കൊണ്ടുപോകുന്നത് കാണാമായിരുന്നു. വിവാദങ്ങളിൽപ്പെട്ട് സർവ്വതും നഷ്ടപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിന് ഇതിൽ പരം ഒരു സന്തോഷം ഉണ്ടാകേണ്ടതുണ്ടോ? കാരണം ജനം ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. അമ്മമാർ, മറ്റുള്ളവരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ കെട്ടിപ്പിടിക്കുന്നു, മുത്തം കൊടുക്കുന്നു, ആശ്ലേഷിക്കുന്നു. അങ്ങനെ എല്ലാ രീതിയിലും രാഹുൽ മാങ്കൂട്ടം കേരളത്തിലെ യുവാക്കളിടയിൽ, ജനവിഭാഗങ്ങളിടയിൽ ഇത്രയൊക്കെ ആരോപിക്കാനും കുഴിയിൽ താഴ്ത്താനും അപമാനിക്കാനും ഒക്കെ ഒരു വിഭാഗം ഉള്ളപ്പോഴും സ്നേഹിക്കുന്ന ഒരു മഹാസാഗരം കൂടെ ഉണ്ട്. മുൻ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഭയമില്ലാതെ വിരൽ ചൂണ്ടിയ നേതാവാണ് രാഹുൽ. അതുകൊണ്ട് തന്നെ രാഹുലിനെ ഒറ്റപ്പെടുത്താൻ, ഇല്ലാതാക്കാൻ വിട്ടുകൊടുക്കില്ല എന്നൊരു തീരുമാനത്തോടെ, ഒരു ആരവത്തോടെയാണ് അവർ രാഹുൽ മാങ്കൂട്ടത്തെ വരവേറ്റത്. പിണറായി സർക്കാരിന്റെ ജനദ്രോഹ ഭരണത്തെ തുറന്നു കാണിക്കാൻ ചെറിയ വീഡിയോകൾ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പബ്ലിഷ് ചെയ്തിരുന്നു. അതൊക്കെ ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിരുന്നു. അതിന്റെ പേരിൽ ജയിൽവാസം വരെ അനുഭവിക്കേണ്ടി വന്നിട്ടും
ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തെ കൈവിട്ടിട്ടില്ല എന്നാണ് ഇന്നലത്തെ ആ ആരവം തെളിയിക്കുന്നത്. രാഷ്ട്രീയമായി തകർക്കാൻ ശ്രമിച്ചവർക്കുള്ള ശക്തമായ മറുപടിയായിരുന്നു രാഹുലിന് അവിടെ ലഭിച്ചിട്ടുള്ള ആവേശോജ്വലമായിട്ടുള്ള സ്വീകരണം. ചിലർ കെട്ടിച്ചമയ്ക്കുന്ന കഥകൾ കൊണ്ട് ഒരു നേതാവിനെയും ജനഹൃദയങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് തിരുവനന്തപുരത്ത് കണ്ടത്. അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് സത്യത്തെ എത്ര മൂടിവെക്കാൻ ശ്രമിച്ചാലും ഒടുവിൽ ജനങ്ങൾ തന്നെ യഥാർത്ഥ നീതി നടപ്പിലാക്കും എന്ന് ഈ രണ്ട് സംഭവങ്ങളും അടിവരയിടുന്നുണ്ട്. റിനി ആൻഡ് ജോർജ് കൂക്കിവിളി നേരിട്ടുകൊണ്ട് എങ്ങോ പോയി മറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തോട് സ്നേഹത്തിന്റെ ആരവത്തിന്റെ ഇടയിൽ നിന്ന് വീർപ്പ് മുട്ടുകയായിരുന്നു എന്നത് ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. Different angles. Don't forget to subscribe and support this channel.